കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണി സ്വാഗതി പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമല്ലേ? ഞാനിതാ സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്പലമൊക്കെ നമ്മൾ അതേപോലെ തോരണൊക്കെ വെച്ച് നമ്മൾ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊന്നല്ലാണ്ട് നമുക്ക് അമ്പലത്തിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവിടെ മെയിൻ പ്രതിഷ്ഠയായിട്ട് വരുന്നത് നമ്മുടെ മഹാവിഷ്ണുവാണ്. അതേപോലെ തന്നെ കൂടെ നമുക്ക് ഗണപതിയുണ്ട്, മാത്രമല്ല നമ്മുടെ ഭദ്രകാളിയുണ്ട്. അപ്പോൾ അങ്ങനെ 3 പ്രതിഷ്ഠകളാണ് നമ്മുടെ അമ്പലത്തിൽ മെയിനായിട്ടുള്ളത്. മാത്രമല്ല ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗ്, അതായത് നമ്മൾ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് പ്രതിഷ്ഠ, അതായത് അവിടുന്ന് ഘോഷയാത്രയായിട്ട് വരുന്നതാണ്. അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ് നമ്മൾ, നമ്മുടെ എല്ലാ ദൈവങ്ങളെയും നന്നായിട്ട് നിന്ന് ഒരുക്കി സെറ്റായിട്ട് നമ്മളിതാ അപ്പോൾ അവരെ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾക്ക് ഇവിടെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ കുരുത്തോല വെച്ചിട്ട് ഇന്നലെ രാത്രി അലങ്കരിച്ചാണ്. അപ്പോൾ നമ്മുടെ 3 വിഗ്രഹങ്ങളും നന്നായിട്ട് തന്നെ സൈഡിൽ കൂടെ ഇതേപോലെ കുരുത്തോലൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു പൂക്ക് നമുക്ക് ഇവിടെ തന്നെ പറിച്ചെടുത്തായിട്ട് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഇവിടെ പൂ ഉണ്ടാകുന്നതിന് മുന്നേക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് കുറച്ചായിട്ട് നമുക്ക് പൂവൊന്നും കടയിൽ നിന്ന് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം. നമുക്ക് പൂജയ്ക്ക് ആയാലും അതേപോലെ തന്നെ വിഗ്രഹങ്ങളൊക്കെ നന്നായിട്ട് ഒരുക്കാനുള്ള പൂക്കളൊക്കെ ആയാലും നമുക്ക് ഒരുപാട് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൂ കിട്ടും. അപ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മുടെ മഹാഗണപതിയാണ്. അപ്പോൾ ആ മഹാഗണപതിനെ നമ്മൾ നല്ല രീതിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഘ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നന്നായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പൂജ കഴിഞ്ഞു കിട്ടും. അപ്പോൾ ആ വെള്ളത്തൊക്കെ തളിച്ചൊരു നല്ലൊരു പൂജ കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പടിക്കീരിലൊക്കെയാണ്. അപ്പോൾ അതിനുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് തുടങ്ങണം. അപ്പോൾ എന്തായാലും അതിലേക്കൊക്കെ ഒന്ന് കിടക്കാം. വീണ്ടല്ലോ അപ്പോൾ ദേവീനെ നന്നായിട്ട് തൊഴാം. അതേപോലെ തന്നെ കൂട്ടുകാരെ, ഇത് നമ്മുടെ തിടപ്പള്ളിയാണ്. അതായത് നമ്മൾ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നിവേദ്യങ്ങളും അതേപോലെ നമ്മുടെ ഒരു ഊട്ടുപുരയായിട്ട് നമുക്കുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ഊട്ടുപുരയിൽ വെച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഭദ്രകാളി ദേവീനെ നന്നായിട്ട് തൊഴിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭദ്രകാളി ദേവീനെ ഇതേപോലെ ഒരു ആൽത്തറൊക്കെ കെട്ടിയിട്ട് ആണ് നമ്മൾ കുടിയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല അതിന് ചുറ്റും നമ്മൾ ഇതേപോലെ തോരണങ്ങൾ കെട്ടി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ അമ്പലത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാൽനടയായിട്ടാട്ടോ അവർ വരുന്നത്. അപ്പോൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും നടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ കൊട്ടും മേളമൊക്കെ ആയിട്ട് നടന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാലും കുറച്ച് ടൈം എടുക്കും എത്താൻ വേണ്ടി. കാരണം ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ആ ഒരു മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക്. അപ്പോൾ എന്തായാലും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ അവർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. അവരെ കാത്തിരിക്കട്ടെ നമ്മളിപ്പോൾ. ഇനി നമുക്ക് അടുത്ത പൂജയും കാര്യങ്ങളൊക്കെ അവർ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാ ഇവരൊക്കെ നടന്ന് മടുത്തിരിക്കട്ടോ. കാരണം നമ്മുടെ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു 2 കിലോമീറ്ററോളം ഉണ്ടല്ലോ. അപ്പം മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെയിലും ഉണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ചെറിയൊരു കയറ്റ് വെക്കണം. അപ്പോൾ ഓരോരുത്തരായിട്ട് മടുത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പരിപാടികളൊക്കെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്.
ഈ കാണുന്ന മഞ്ഞയും ചുമപ്പും മിക്സ് ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ ആ ഒരു സാരി കൊടുത്തിട്ടുള്ള ചേച്ചിമാർ ഫുള്ളായിട്ട് ഒരുപാട് ദിവസത്തെ നീണ്ട നോയമ്പൊക്കെ എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മഞ്ഞപ്പൊടിയുണ്ട് ഞങ്ങളെ ഒരു കൂടി വേണം കേട്ടോ, ഒരു കൂടി. ഈ തേങ്ങ എടുക്കാൻ എന്നെ താരി ആ കൊട വായിക്ക് വെച്ച കൊട തേങ്ങ എടുത്ത് വെച്ച് പാരി തേങ്ങ വെച്ച് പാരി അതിനെ കൊടുക്കുക ഇത് നമ്മുടെ ഗോപാലണ്ണനാണ്. ആള് കുറച്ച് അവര് നനച്ച് കഴിക്കാന്ന് വെച്ചിട്ട് ഇലയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് പണി കൊടുത്തിട്ടുണ്ട്. പിള്ളേരിതാ എല്ലാ സെറ്റും കൂടി ഇതാ കുറച്ച് ഇലയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇതാ കഴിക്കാൻ വന്നാൾക്ക് ഈ വിളമ്പി കൊടുക്കല് ഫുള്ള് തീർക്കാതെ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഗോപാലണ്ണന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുവാണേ. അമ്മ കുമ്പളങ്ങ എടുത്ത് വന്നമ്മ എവിടെ എവിടെ ഉള്ളൊരു വരി എവിടെയാ പസ്മം, എവിടെയാ പസ്മം? ഇത് കിടന്നോ? ശേഷം വെച്ചിട്ട് നമ്മൾ പൂ വെച്ച് തളിച്ചു കൊടുക്കും. തളി വെച്ച് പൂജ കാണിക്കും. എന്നിട്ട് സ്വർണ്ണത്തിൽ കാണിച്ചിട്ട് നമ്മൾ കൽപ്പനം രൂപം എല്ലാവരും കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് പെണ്ണുകളെ ചുള്ളും ചുള്ളുമ്പോൾ ഇത് പാൽക്കുടം, മുല്ലപ്പൂ മാത്രം കിട്ടിയതൊക്കെ പാൽക്കുടം. ഇത് ഒന്ന് ചേർന്ന കുടം ഉണ്ടാവും, ഒന്ന് മഞ്ഞനീര്, ഒന്ന് ഭസ്മ, കുങ്കുമ, ചന്ദനം. ഇത്രയും ആണ് ഇവിടെ വന്നത്. അത് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ചന്ദനം, കുങ്കുമ, ഭസ്മ, ഇത്രയും കുറച്ചില് ഊരുപടത്തില് ഉണ്ടാവും. നേർച്ചകളാണ്. അമ്പലത്തിന് പോകുമ്പോൾ നമ്മള് ഓരോ നേർച്ചകളാണ്. ഞാൻ പറഞ്ഞ എന്തേലും വേണമെന്ന് എനിക്ക് ഇങ്ങോട്ട് അടിക്കോളും കേട്ടോ. ഇവിടെ തന്നെ
ഫൈനൽ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി ഫുള്ളായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലുപരി അടിപൊളിയായിട്ട് നല്ല ഗംഭീരമായിട്ട് നടന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് എല്ലാം അടിപൊളിയായിട്ട് നടന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ 12 മണിയൊക്കെ ആയാലും അപ്പോൾ ആവണിക്കുട്ടി നേരെ കയറി കിടന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ നമ്മളും കിടക്കാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ കൂടുതൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് വഴി നമ്മൾ അറിയിക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടിയേക്കണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്കുള്ള നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ ഒരു മോട്ടിവേഷൻ ആണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് കമൻറ്റ് ബോക്സ് വായിക്കുന്നത് നമുക്ക് കമൻറ്റ് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് അതിൽ ഓരോ കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അത്ര സപ്പോർട്ടീവായിട്ട് ഒരുപാട് കമൻറ്റ്സ് വരുന്നത്. കമൻറ്റ്സ് പ്രത്യേകിച്ച് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. നമ്മളെല്ലാ കമൻറ്റ്സും വായിക്കാറുണ്ടാകും. അങ്ങനെ ഒരുപാട് നല്ല കമൻറ്റ്സ് ഇടുന്നവരോടൊക്കെ ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ. അപ്പോൾ അതായത് തുടർന്ന് ഈ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കിടക്കാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്, ബൈ.